ഹലോ, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ചരിത്രത്തിലേക്ക്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നു. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നും അറിയപ്പെടുന്നു. കാലം കണക്കാക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം AD എന്നും അനോ ഡൊമിനി എന്നും, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC, ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE, കോമൺ എറ, BCE, ബിഫോർ കോമൺ എറ എന്നും പ്രയോഗിക്കാറുണ്ട്. അനോ ഡൊമിനി. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ട് കണക്കാക്കാം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21ാം നൂറ്റാണ്ടിൽ. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളതാണ് 1ാം നൂറ്റാണ്ട്. AD 1901 മുതൽ 2000 വരെയുള്ളത് 20ാം നൂറ്റാണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിൽ. താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തൂ. വർഷങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ AD 2014. നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. അതായത് 2000 മുതൽ 2100 വരെയുള്ള വർഷം 21ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 2014 21ാം നൂറ്റാണ്ട്. അതുപോലെ 1947 20ാം നൂറ്റാണ്ട്. AD 1887 19ാം നൂറ്റാണ്ട്. 261 BC എന്ന് പറയുന്നത് 3ാം നൂറ്റാണ്ട്. 326 BC എന്ന് പറയുന്നത് 4ാം നൂറ്റാണ്ട്. സംഗ്രഹം. ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ സംഗ്രഹം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 1. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ മുതലായവ ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകളാണ്. എന്തൊക്കെയാണ് ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകൾ? പ്രാചീനകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ മുതലായവയാണ് ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകൾ. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നും അതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നും അറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം, അതിനു മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നും അറിയപ്പെടുന്നു. കാലത്തെ AD, BC എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ യഥാക്രമം CE, BCE എന്നും പ്രതിപാദിക്കുന്നു. ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററിലെ പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ചരിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രചിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കുന്നു. ചരിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രചിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കുന്നു. അതുപോലെ ചരിത്രകാലവും ചരിത്രാതീത കാലവും വേർതിരിച്ച് വ്യക്തമാകുന്നു. AD, BC എന്ന കാലഗണനയും നൂറ്റാണ്ട് എന്ന ആശയവും അപഗ്രഥിക്കുന്നു. അതുപോലെ ചരിത്രശേഷിപ്പുകളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. അതുപോലെ പ്രാദേശിക ചരിത്രരചനയ്ക്കുള്ള ശേഷി നേടുന്നു. ഇത്രയുമാണ് പ്രധാന പഠന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്തത് വിലയിരുത്താൻ. ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്റർ വിലയിരുത്താൻ. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ചരിത്രരചനയ്ക്ക് സഹായിക്കുന്ന വിവിധ തെളിവുകൾ പട്ടികപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു നാണയങ്ങൾ, പാത്രങ്ങൾ, ഉപകരണങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ എന്നിവയാണ് ചരിത്രരചനയ്ക്ക് സഹായിക്കുന്ന വിവിധ തെളിവുകൾ. അടുത്തത് ചുവടെ തന്നിട്ടുള്ളതിൽ ചരിത്രകാലത്തെയും ചരിത്രാതീത കാലത്തെയും സ്രോതസ്സുകൾ കണ്ടെത്തി തരംതിരിക്കുക. കുറേ സ്രോതസ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ചരിത്രകാലത്തെയും ചരിത്രാതീത കാലത്തെയും സ്രോതസ്സുകൾ കണ്ടെത്തി തരംതിരിക്കാനാണ് തന്നിരിക്കുന്നത് നാണയങ്ങൾ, ശിലായുധങ്ങൾ, പുസ്തകങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ, താളിയോലകൾ, സ്റ്റാമ്പുകൾ എന്നിവയാണ്. ഇതിൽ ചരിത്രകാലത്തിൽ ഉൾപ്പെടുന്നത് നാണയങ്ങൾ, പുസ്തകങ്ങൾ, താളിയോലകൾ, സ്റ്റാമ്പുകൾ. അതുപോലെ ചരിത്രാതീത കാലത്തിൽ ഉൾപ്പെടുന്നത് ശിലായുധങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ.
ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.